ഹായ് മൈ ഡിയർ ചിൽഡ്രൻ, ഹായ്. നമ്മൾ കുറച്ചായി പരസ്പരം മീറ്റ് ചെയ്തിട്ടില്ല. കുറച്ചായോ? ഇല്ല, കഴിഞ്ഞ ആഴ്ച അല്ലേ? കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോ ക്ലാസ് ഓൺലൈൻ വഴിയല്ലായിരുന്നു അല്ലേ? നേരിട്ട് നമ്മൾ സാധാ വീഡിയോ ആയിരുന്നു അല്ലേ? അപ്പം നമുക്ക് ഈ ആഴ്ച നമുക്ക് ഇങ്ങനെ കാണാം അല്ലേ? യൂട്യൂബ് വഴി നമുക്ക് കാണാം. അപ്പം നമുക്ക് എന്താ ഏത് പോർഷൻ എടുക്കണ്ടേ? ദീസ് ഡോസ്. Today we are going to learn about these, those. Okay, let's study. These and those എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാം. What do you mean by these? What do you mean by those? ഒരു പിടിയില്ല അല്ലേ? Last class we studied this or that. This ഉം that ഉം പഠിച്ചിരുന്നു. This ഉം that ഉം പഠിച്ചത് ഓർക്കുന്നുണ്ടോ? This means ഇത്, that means അത്. ഓർക്കുന്നുണ്ടോ? ദിസ് ഒരാൾക്കാണ് പറയുന്നത്, ഒരു വസ്തുവിനാണ് പറയുന്നതൊക്കെ ടീച്ചർ ഒന്ന് പറഞ്ഞിരുന്നു അല്ലേ? ദിസ് എന്ന് വെച്ച ഏതെങ്കിലും ഒരു കാര്യത്തിന് ദിസ് ഈസ് എ പെൻ അല്ലേ? ദിസ് ഈസ് എ ചോക്ക് പീസ്, ദാറ്റ് ഈസ് എ ബോർഡ്. അങ്ങനെ നമ്മൾ ദിസ് ഇവിടെ ഉള്ളതും ദാറ്റ് അവിടെ ഉള്ളതും അല്ലേ? ദിസ് ദ തിങ്സ് വിച്ച് ക്ലോസർ ടു അസ്. ദിസ് മീൻസ് ദ തിങ്സ് വിച്ച് ആർ ക്ലോസർ ടു അസ്. വൺ ഐറ്റം. ദാറ്റ് മീൻസ് ഫാർദർ അസ്. ഫാർദർ, ദൂരെ, ഫാർ അവേ. നമ്മളിന്ന് കുറച്ച് അകന്ന് നിൽക്കുന്നു, നമുക്ക് കാണാൻ പറ്റും, കുറച്ചകലെ. അത് തന്നെയാണ് ദീസും ദോസും. അതെങ്ങനെ? ദിസ് ഇത്, ദീസ് ഇവ. ദിസ് ഇത്, ദീസ് ഇവ. ഇതല്ല, ഇതല്ല, അതാണ് ദീസ്. മനസ്സിലായോ? എന്താന്ന് പിടി കിട്ടുന്നുണ്ടോ? അപ്പം ദിസ് എന്ന് വെച്ചാൽ ഇത് ഒരെണ്ണത്തിനാന്ന് ടീച്ചർ പറഞ്ഞില്ലേ? ഒരൈറ്റം. ദിസ് ഇത് അല്ലേ? ദിസ് അങ്ങനെ ഒരൈറ്റം. ദീസ് എന്ന് വെച്ചാൽ ആ ഒരൈറ്റം കുറേ എണ്ണം ഉണ്ട്. പെന്നാണെങ്കിൽ ഒരു 3-4 പെന്ന് അല്ലെ, 2-3-4 എന്ന് വേണമെന്നില്ല, മോർ ദാൻ വൺ, ഒന്നിലധികം. 2 ആകാം, 3 ആകാം, 4 ആകാം, 5 ആകാം. മോർ ദാൻ വൺ, ഒന്നിലധികം. 2 ആകാം കേട്ടോ. 3-4 എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ അത് മാത്രമുള്ള 2 അല്ല, മോർ ദാൻ വൺ, ഒന്നിലധികമാണ് നമ്മൾ ദീസ് എന്ന് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ദീസ് എന്ന് വെച്ചാൽ ദിസിന്റെ പ്ലൂറലാണ്. ദിസ്, ഇത്, ദീസ്, ഇതെല്ലാം, ഇവയെല്ലാം. മനസ്സിലായോ? അപ്പൊ ദോസ് എന്തായിരിക്കും? ദോസ്, THOSE, ദോസ് എന്തായിരിക്കും? അവയെല്ലാം, അവ, അതെല്ലാം അല്ലേ? ജീവനില്ലാത്തവയ്ക്കാണ് നമ്മൾ ദീസും ദോസും ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇവ, അവ എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? അതെല്ലാം, ഇതെല്ലാം, അതെല്ലാം. മനസ്സിലായോ? അപ്പം നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ദീസ് ദോസ് എവിടെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ദിസും ദാറ്റും എങ്ങനെയാണ് ടീച്ചർ പഠിപ്പിച്ചത്? ദിസ് എന്ന് വെച്ചാൽ അടുത്തുള്ളതും, ദാറ്റ് എന്ന് വെച്ചാൽ അകലെയുള്ളതും. ഫാർ ഫ്രം us. Understand? This means the things which close to us. That means the things far away from us. The same thing we are using here also. These means the things which are closer to us. Closer to us, closer. അടുത്തുള്ളതെല്ലാം these ആണ്. Those ദൂരെയുള്ള ഒന്നിലധികമാണ്. ദീസും ദോസും മോർ ദാൻ വൺ. മനസ്സിലായില്ലേ? ദിസും ദാറ്റും ഒന്നിനാണെങ്കിൽ ദീസും ദോസും മോർ ദാൻ വണ്ണിനാണ് ഉപയോഗിക്കുന്നത്. Those we are using for those we are using the things which are far away, far from us, ദൂരെ. മനസ്സിലായോ? അടുത്ത, അകലെ. These അടുത്ത, those ഇത്രയും കാര്യവും. മനസ്സിലായോ? ഒരുപാട് ദിസും ദാറ്റും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തു, അടുത്ത്, അകലെ. ദിസ്, ഇത്, ദാറ്റ്, അത് ഒരെണ്ണത്തിന്. അപ്പൊ ഒത്തിരി ഉള്ളവയ്ക്ക് അന്ന് നമുക്കൊരു കൺഫ്യൂഷൻ തോന്നിയിരുന്നു, ഒരു സംശയം തോന്നിയിരുന്നു. അപ്പൊ ഒത്തിരി എണ്ണം വരുമ്പോൾ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് തോന്നിയിരുന്നു. ഒത്തിരി ഉള്ളപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ദീസ്, ദോസ്, ദീസ്, ദോസ്. അത്രയും കാര്യമുള്ളൂ. ഇത്രയും ടീച്ചർ പറയുന്നുള്ളൂ. ദീസ് ഇവയെല്ലാം, ഇവ. ദോസ് അവയെല്ലാം, അവ. അകലെയുള്ളത്, നമ്മളിൽ നിന്ന് ഇച്ചിരൂടെ ദൂരെ. അണ്ടർസ്റ്റാൻഡ്? Got the point? Okay. Let's see. Here some examples I have written. Let's see this. Then നമുക്കിതൊന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. Okay, listen all of you. Dash are balls. നോക്ക്. First let's study its spellings.
These. 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 What is the spelling of these? These. These. What is the spelling of these? These. 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 The, these, those. The, those. 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 What is the spelling of those? Those. What is the spelling of those? Those. These, those. ഇത് എവിടെ ഉപയോഗിക്കും? എക്സാമ്പിൾ കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. ഡാഷ് ആർ ബോൾസ്. ഇവയെല്ലാം ബോൾസ്. ബോളില്ലേ? ബോളാ, പന്ത്. നമ്മൾ കളിക്കുന്ന പന്തില്ലേ? ഇതെല്ലാം പന്തുകളാണ്. ദീസ് ആർ dash are balls. You should say the answer. Teacher already said the answer. അല്ലേ? ടീച്ചർ പറഞ്ഞോ ടീച്ചർ? dash are balls. ഇതെല്ലാം ബോളാണെന്ന് പറയണം. അപ്പൊ ഈ ബോൾ അടുത്താണോ അകലെയാണോ നമ്മൾ ദിസും ദാറ്റും നോക്കിയപ്പോൾ നോക്കാം. ക്ലോസ് ടു us or farther us. നോക്കിയേ, അടുത്താണോ അകലെയാണോ ഇങ്ങനെ ചൂണ്ടിയിട്ടുണ്ടോ എന്ന് നോക്കിയേ. ഉണ്ടോ? ആരോമാർക്കോ വല്ലതും ഉണ്ടോ? അടുത്തല്ലേ, ഇതിനോട് അടുത്തല്ലേ നിൽക്കുന്നത് അല്ലേ? അപ്പൊ വാട്ട് ഈസ് ആൻസർ ഹിയർ? അടുത്താണെങ്കിൽ these or those. ഏതാണ്? these. അടുത്താണെങ്കിൽ these. 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 പ്രിയോ, these are balls. ഇതെല്ലാം നമ്മുടെ അടുത്താ അല്ലേ? ഇവിടെ കുറച്ച് മരങ്ങൾ ടീച്ചർ വെച്ചിട്ടുണ്ട്. മരമാണെന്ന് തോന്നിക്കുന്നുണ്ടോ? ഇവിടെ കുറച്ച് മരങ്ങൾ ടീച്ചർ വെച്ചിട്ടുണ്ട്. ഒരു ട്രീസ്, 3 ട്രീസ് ഉണ്ട്. അപ്പൊ നോക്കിയേ, ഡാഷ് ആർ ട്രീസ്. ഈ ട്രീസ് ക്ലോസ് ടു us or farther us. നമ്മുടെ അടുത്താണോ അകലെയാണോ എന്നൊന്ന് നോക്കിയേ. ഇവിടെ ആരോമാർക്കൊക്കെ ടീച്ചർ ഇട്ടിട്ടുണ്ട് അല്ലേ? ആണോ എന്ന് നോക്കിയേ. farther us ഇല്ലേ? ആരോമാർക്ക് കിടപ്പില്ലേ? ഇല്ലേ? farther us. അപ്പൊ farther അല്ലേ? ഫാർ ആണെങ്കിൽ എന്ത് പറയണം? these ആണോ those ആണോ? those. What is that? Those are trees. Those ദൂരെയാണ്. പിടികിട്ടി? ഇപ്പൊ 2 പിടികിട്ടിയില്ലേ? Same way the second remaining ones. Second one already over. Remaining one the same thing. Next, dash are stars. നക്ഷത്രം. ഇതാണ് stars, നക്ഷത്രം. ടീച്ചറോട് ഒരു 3-4 നക്ഷത്രം വരച്ചിട്ടുണ്ട്. മോർ ദാൻ 1 അല്ലേ? ഒന്നിലധികമുള്ള 2, 3, 4, 5 എബോവ്. ഇതാണ് പ്ലൂറൽ, മോർ ദാൻ 1. ഡാഷ് ആർ സ്റ്റാർസ്. സ്റ്റാർസ് ക്ലോസ് ടു us ആണോ farther us ആണോ? നോക്കിയേ, സ്റ്റാർസ് ടീച്ചർ വരച്ചിരിക്കുന്നത് ക്ലോസ് ടു us ആണോ അടുത്താണോ farther us ആണോ? നോക്ക്. അവിടെ ഒരു ആരോ മാർക്ക് കിട്ടില്ലേ ടീച്ചർ ചെയ്തിരിക്കുന്നേ അല്ലേ? ആരോ മാർക്ക് ഇല്ലേ? ഫാർ ഫ്രം us, ഇച്ചിരി ദൂരെയാണ് അല്ലേ? അപ്പൊ എന്താണത്? those. What is that? Those are stars. പിടികിട്ടിയോ? ഇത് തന്നെ ചെയ്യാമോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. സ്പെല്ലിംഗ്, വി ഷുഡ് സ്റ്റഡി ദ സ്പെല്ലിംഗ്. ഇനി എക്സാമിന് വരുമ്പോൾ ഇതിന്റെ സ്പെല്ലിംഗ് മുകളിൽ കൊടുക്കും. നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. What is the spelling of these? these. What is the spelling of those? those. That's all. Understand? Listen, number 4. Dash are flowers. പൂക്കൾ. Flowers. 2 flowers are there. 2 flowers. Close to us or far from us? Far from us. Listen. Close or far? Close to us. So these. അടുത്തുള്ളത് these. these. അടുത്താണ് these. Next, dash are balloons. Balloons near or far from us? Listen. Where are the balloons? It's far from us, farther us. അല്ലേ? ദൂരെയാണ്, അകലെയാണ്. ദൂരെയായിട്ടല്ലേ കൊടുത്തിരിക്കുന്നത്? നോക്കി, far from us. So we can write here these or those. Say the answer. These or those. That is
Those should be written. Those. 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 Those are balloons. Those are balloons. Dash are bats. Batch. ബാറ്റായിട്ടൊക്കെ തോന്നിക്കുന്നുണ്ടോ? ആണോ? Dash are bats. ഇവയെല്ലാം ബാറ്റുകളാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ബാറ്റ് ക്ലോസ് ടു us ആണോ ഫാർദർ ഫ്രം us ആണോ? ക്ലോസ് ആണോ ഫാർ ആണോ? ലിസൺ. ഇറ്റ് ഈസ് ക്ലോസ് ടു us. ഇല്ലേ? ടീച്ചർ ആരോ മാർക്ക് ഒന്നും ഇട്ടിട്ടില്ല. ക്ലോസ് ഫ്രം us. ക്ലോസ് ടു us. ക്ലോസ് ടു us. These are bats. These are bats. ബാറ്റില്ലേ? ബാറ്റ് ബോൾ അടിക്കുന്നത് ബാറ്റ്. Dash are apples. Next. Dash are apples. Apples. ആപ്പിൾ അറിയോ? ആപ്പിൾ. ആപ്പിൾ. 2 ആപ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? Close to us or far from us? Close to us or far from us? It's far from us. Farther us. ദൂരെ അല്ലേ? ദൂരെയാണ്. പിന്നെ എന്ത് എഴുതണം? These എഴുതുവോ those എഴുതുവോ? Those. Those are apples. Those are apples. പിടി കിട്ടിയോ? നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് നോക്കിയാലോ? നോക്കാം. അപ്പം പേജ് നമ്പർ 47. പേജ് നമ്പർ 47. Take all of you. These, those. സിമ്പിൾ ആണ്. ടീച്ചർ ഇടയ്ക്ക് ഓരോ പേജ് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് ജമ്പ് ചെയ്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് അല്ലേ? അതെന്തുകൊണ്ടാണെന്ന് അറിയോ? നമുക്ക് ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഇതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ 1st, 2nd, 3rd, 4th നമ്മൾ എത്ര ക്ലാസ്സുകൾ പഠിച്ചാലും നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് പിന്നീട് നമുക്ക് എന്തെങ്കിലും ആവശ്യം നമുക്കിത് ആവശ്യമുള്ളതാണ്. അതാണ് ടീച്ചർ ഓരോ പേജ് ജമ്പ് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് പഠിപ്പിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ്? പേജ് നമ്പർ 47. Have you taken? Listen all of you. These and those. What is that? These and those. പിടി കിട്ടിയോ? നോക്കിയേ. These ഉം those ഉം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. ഇത്രയും പഠിപ്പിച്ചപ്പോൾ മനസ്സിലായില്ലേ? ടീച്ചർ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. അത് നമ്മളെ പഠിക്കാനുള്ള നോക്കാം. ബലൂൺസ്. ഫസ്റ്റ് പിക്ചർ ബലൂൺസ്. ബലൂൺസ് അടുത്താണ് അല്ലേ? ആണോ എന്ന് നോക്കിയേ. These are balloons. ബലൂൺസ് അടുത്തല്ലേ കൈ ചൂണ്ടിയിരിക്കുന്നേ? Next, some balloons are far from us. Second one, some balloons are far from us. Those are balloons. First one, these are balloons. Second picture, those balloons are far from us. Farther us. Those are balloons. മനസ്സിലായോ? Third one, crayons. Third one, crayons. First picture, close to us. First picture, close to us. These are crayons. These are crayons. Fourth picture, 1, 2, 3, 4. നാലാമത്തെ കോളം നോക്കണേ. Crayons little far from us. അല്ലേ? നമ്മൾ ദൂരെയല്ലേ? Far from us. Farther us. Those are crayons. Those are crayons. Understand? ആ പിക്ചർ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ടീച്ചർ ഇനി ഒന്നും ചെയ്യേണ്ടതില്ല ഇവിടെ. അതുകൊണ്ടാണ് പറഞ്ഞത്. നെക്സ്റ്റ് നമ്പർ 5. Dash are flowers. Flower close to us. That flowers close to us. These are flowers. These. അടുത്തുള്ളത് these. Next picture, flowers are far from us. Flowers are far from us. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം? Those are flowers. ഇത് ഇത്രയും പഠിപ്പിച്ചത് കൊണ്ടാണ് ടീച്ചർ അടുത്ത ഭാഗം അത് ടീച്ചർ ഈ പെട്ടെന്ന് എന്താ അത് സ്പീഡിൽ പറഞ്ഞു പോകുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ ഫ്ലവർ ഇച്ചിരി ദൂരെയല്ലേ? Those are flowers. എന്താണ്? Those are. ആ ഫ്ലവേഴ്സ് ഇത്തിരി ദൂരെയാണ്. Those are flowers. Next, some books are there close to us. These are books. These are books. Next set books where little far away. Those are books. Those are books. ദൂരെയാണ് അല്ലേ? Those are books. Next, fruits. These are fruits. അടുത്ത ഫ്രൂട്ട്സ് ഒരു പ്ലേറ്റിൽ കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. ചെറി ഉണ്ട്, ആപ്പിൾ ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്, ഓറഞ്ച്, കുറേ ഐറ്റംസ് ഉണ്ട് അല്ലേ? ഗ്രേപ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ദീസ് ആർ ഫ്രൂട്ട്സ്. ഇതെല്ലാം ഫ്രൂട്ട്സ് ആണ്. ഇവയെല്ലാം ഫ്രൂട്ട്സ് ആണ്. പിന്നെ കൊടുത്തിരിക്കുന്നത് എവിടെയാണ്? ദോസ് ആർ ഫ്രൂട്ട്സ്. ആ ഫ്രൂട്ട്സ് കുറച്ച് ദൂരെയാണ്. ദോസ് ആർ ഫ്രൂട്ട്സ്. അപ്പോൾ ദീസും ദോസും ഈ പിക്ചറിൽ ഇവിടെ നമുക്ക് എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. ഇനി ആക്ടിവിറ്റി കിടപ്പുണ്ട്, അവിടെ നമുക്ക് നോക്കാം. നന്നായിട്ട് ഇതിപ്പോൾ മനസ്സിലായോ? അടുത്തുള്ളതെല്ലാം ദീസ് ആണ്, അകലെയുള്ളതെല്ലാം ദോസ് ആണ്. ഇങ്ങനെ പറഞ്ഞാൽ മതി. ദീസ്, ദോസ്, ദിസ്, ദാറ്റ് എന്ന് പറഞ്ഞില്ലേ? അതിന്റെ തന്നെ പ്ലൂറൽ ഫോം ആണ് ദീസ്, ദോസ്. ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. അതെന്താന്ന് വെച്ചാൽ ഒത്തിരി ഉള്ളതാണ്. ദീസ് എന്ന് വെച്ചാൽ ഒത്തിരി, ദോസ് എന്ന് വെച്ചാൽ ഒത്തിരി. മനസ്സിലായോ? സംശയമുണ്ടോ? ഗോട്ട് ഇറ്റ്? പിടികിട്ടിയ? സംശയമുണ്ടോ? ഹാവ് എനി ഡൗട്ട്?
നമുക്കെന്നാൽ അതിൻ്റെ എക്സസൈസ് കിടപ്പുണ്ട്. പേജ് നമ്പർ 48. പേജ് നമ്പർ 48. ടേക്ക് ഓൾ ഓഫ് ഈ പേജ് നമ്പർ 48. Fill in the blanks. What is that? Blanks fill ചെയ്യണം അല്ലേ? കംപ്ലീറ്റ് സെന്റൻസസ് വിത്ത് ദീസ് ഓർ ദോസ്. ദീസും ദോസും ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ദീസും ദോസും കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. സിമ്പിളാണ്. ഇത് ടീച്ചർ ടെക്സ്റ്റിലുള്ളതും തന്നതല്ല. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചർ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ അല്ലേ? നമുക്കത് കണ്ടോ, അതിൻ്റെ ആ ടൈറ്റിൽ നോക്കി, അതിനകത്ത് തന്നെ എന്ത് തന്നിട്ടുണ്ട്? ദീസിന്റെ ദോസിന്റെ സ്പെല്ലിങ് ഗിവൺ അല്ലേ, തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എക്സാമിന് വേണ്ടി തന്നെയാണ് നമുക്ക് ഈ ടൈറ്റിൽ തരും. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ഡ്യൂട്ടി എന്താ പറയുക? ദീസ് ദോസ് വി ഷുഡ് ഐഡന്റിഫൈ. THESE these, THOSE those. ഇത് നമ്മൾ കണ്ടുപിടിക്കും. ഈ വന്നാൽ ദി, ഈയുടെ സൗണ്ട് നമ്മൾ എ എന്നും ഇ എന്നും പഠിച്ചല്ലോ. ദീസ് ദോസ്, അടുത്തുള്ളത് ദീസ്, ദൂരെയുള്ളത് ദോസ് ദോസ്. ഇവയെല്ലാം അവയെല്ലാം. ഇത്രയും കാര്യമുള്ളൂ. നോക്കാം. വാട്ട് ഈസ് ദാറ്റ്? കംപ്ലീറ്റ് ദി സെന്റൻസസ് വിത്ത് ദീസ് ഓർ ദോസ്. പേജ് നമ്പർ 48. 48 അല്ലേ? 48. നമുക്കതൊന്ന് നോക്കാം. സിമ്പിളാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദാറ്റ്? Dash are girls. Dash are girls. What is that written? നമ്പർ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല. നമ്മളിപ്പം നമ്പർ എഴുതി അങ്ങ് ചെയ്യും കേട്ടോ. ഡാഷ് ആർ ഗേൾസ് എന്നാ കൊടുത്തിരിക്കുന്നത്. അപ്പം അവരെല്ലാം എന്ന് വരണം അല്ലേ? അവരെല്ലാം. ഇപ്പം നമ്മൾ ഇവ അവാന്ന് പഠിച്ചു. പക്ഷേ ഇവിടെ നമുക്ക് ഇവയെല്ലാം എന്ന് പറയാൻ പറ്റും. ജീവനില്ലാത്തവയ്ക്കല്ലേ നമ്മൾ ഇവ അവ എന്നൊക്കെ പറഞ്ഞു. ജീവനുള്ളവയ്ക്ക് നമുക്ക് പറയേണ്ടത് എന്താണ്? അവരെല്ലാം ഇവരെല്ലാം എന്ന് പറയണം അല്ലേ? അപ്പൊ എങ്ങനെയാണ്? ഡാഷ് ആർ ഗേൾസ്. ഗേൾസ് എവിടെയാ? അടുത്താണോ അകലെയാണോ എന്ന് നോക്കി. ആ കൈ ചൂണ്ടിയതിന്റെ അടുത്തല്ലേ നിൽക്കുന്നത്. അപ്പൊ എന്താ കൊടുക്കണ്ടേ? ദീസ് ആർ. വാട്ട് ഈസ് ദാറ്റ്? ദീസ്. ദീസ് ആർ. ദീസ് ആർ. ടീച്ചർ ആദ്യം പറഞ്ഞ എല്ലാം ജീവനില്ലാത്തവയായിരുന്നു. ടീച്ചർ പറയുന്നുണ്ടല്ലോ ജീവനില്ലാത്തവയ്ക്കാണ് നമ്മൾ ഉപയോഗിച്ചത്. പക്ഷെ ഇപ്പൊ ഇവിടെ ടീച്ചർ പറയുന്നത് ഗേൾസ് അല്ലേ? അപ്പൊ നമ്മൾ ഇവ എന്ന് പറയാൻ പറ്റില്ല. ഇവരെല്ലാം അല്ലേ? ഇവർ ഗേൾസ് ആണ്. ഇവർ ഗേൾസ് ആണ്. നെക്സ്റ്റ്, ഡാഷ ബോയ്സ്. ഡാഷ ആർ ബോയ്സ്. അത് ഇച്ചിരി ദൂരെ. ആ കൈ ചൂണ്ടിയതിന്റെ അവിടെ കുറച്ച് സ്പേസ് ഇട്ടിട്ടല്ലേ ബോയ്സ് നിൽക്കുന്നത് നോക്കിയേ. ആണോ? ബോയ്സ് നിൽക്കുന്ന എവിടെയാണ്? ആ കൈ ചൂണ്ടിയതിന് കുറച്ചും കൂടെ അപ്പുറത്ത് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് അല്ലേ? ചെറിയ ഗ്യാപ്പ് ഉണ്ട്, ഒരു ചെറിയൊരു അകലമുണ്ട്. അപ്പോൾ അത് നിയർ ഓർ ഫാർ? വാട്ട് ഈസ് ദാറ്റ്? നിയർ ഓർ ഫാർ? It's far from us, not close to us, far from us. So those are. So those are boys. ജീവനുള്ളതാ കേട്ടോ. Those are boys. Those are boys. Next, third one. Dash are butterflies. Dash are butterflies. Butterflies ആ കൈ ചൂണ്ടിയതിന്റെ അടുത്താണോ അകലെയാണോ എന്ന് നോക്കി. അടുത്താണോ അകലെയാണോ? കൈ ചൂണ്ടിയതിന്റെ അടുത്താണോ അകലെയാണ്? ഫാർ ഫ്രം അസ്. ഫാർ ഫ്രം അസ്. ഫാർ ഫ്രം അസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ദോസ് അല്ലേ? ദൂരെയല്ലേ? ദോണ്ടെന്നൊക്കെ പറയുന്ന പോലെ ദോസ്. വാട്ട് ഈസ് ആൻസർ? Those are butterflies. Those are butterflies. Next, dash are cats. Cat കൊടുത്തിട്ടുണ്ട്. Cat. Dash are cats. Cat എവിടെയാണ് നിൽക്കുന്നത്? കൈ ചൂണ്ടിയതിന്റെ അടുത്തല്ലേ നിൽക്കുന്നത്? അതോ ഫാർ ഫ്രം us ആണോ ക്ലോസ് ടു us ആണോ? ക്ലോസ്. കൈ ചൂണ്ടിയതും അത് നമ്മുടെ ക്യാറ്റിനെ അടുത്ത് തൊട്ട് മുട്ടിച്ചാണ് അല്ലേ? അപ്പം എന്താണ്? These are cats. What is the next? Dash are cows. Next one, dash are cows. Cows എവിടെ നിൽക്കുന്നത്? കൈ ചൂണ്ടിയതിന്റെ അടുത്താണോ അകലെയാണോ എന്ന് നോക്കി. അടുത്താണോ അകലെയാണോ? Far from us. Far from us. Those are. What is that? Those. THOSE. Those are cows. Those are cows. അതെല്ലാം പശുക്കളാണ്. ഡാഷ് ആർ പെൻസ്. പെന്ന് എഴുതുന്ന പെന്നില്ലേ? പേന.
അത് ആ കൈ ചൂണ്ടി ഇതിന്റെ അടുത്താണോ അകലെയാണോ പെന്ന് വെച്ചിരിക്കുന്നത്? ക്ലോസ് അല്ലേ? ക്ലോസ് ടു അസ് അല്ലേ? നമ്മളുമായിട്ട് ചേർന്നല്ലേ? അപ്പം ദീസ്, THESE, these. What is the spelling of these? THESE, these. THESE, these. THOSE, those. What is the spelling of those? THOSE, those. THOSE, those. Pretty. ഇത്രയും മനസ്സിലായോ? ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ദിസ് നമ്മൾ പഠിച്ചതുകൊണ്ട് നമുക്ക് ദീസും ദോസും സിമ്പിളായിട്ട് അല്ലേ? അത് എണ്ണം കൂടിയെന്നുള്ളൂ, മോർ ദാൻ വൺ, അത്രേ ഉള്ളൂ. ഗോട്ട് ഇറ്റ്? Then let's study some rhyming words. No rhyming words. Rhyming words last class we studied, but we did not complete. Rhyming words നമുക്ക് വരും ക്ലാസ്സുകളിൽ വേണ്ടതാണ്, പക്ഷെ അത് നമുക്ക് വലിയ പ്രയാസമില്ല അതിന്, അല്ലേ? നമുക്ക് കാണാതെ പഠിക്കേണ്ടതല്ല. റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അതിന്റെ ലാസ്റ്റ് വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് റൈമിംഗ് വേർഡ്സ്? റൈമിംഗ് വേർഡ്സിന്റെ സ്പെഷ്യാലിറ്റി ടീച്ചർ എന്ന് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? ലാസ്റ്റ് 2 വേർഡ് സെയിം ആണെന്ന് പറഞ്ഞായിരുന്നു, അല്ലേ? തന്നിരിക്കുന്ന വേർഡിന് ലാസ്റ്റ് 2 വേർഡ്സ് ഏതിൻ്റെ ആണെങ്കിലും ലാസ്റ്റ് 2 വേർഡ്സ് സെയിം ആണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞ് രാമിന, ഫാമിന, മിന കേട്ടോ, സെയിം. അജീബ്, നജീബ്, ജീബ് അല്ലേ? അജീബ്, നജീബ് അങ്ങനെ പറഞ്ഞില്ലായിരുന്നു? സെയിം സൗണ്ട് വരുന്നത്. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് റൈമിംഗ് സൗണ്ട്സ്? സെയിം സൗണ്ട്സ്. ലാസ്റ്റ് 2 letters, 2 or 3 letters, same letters will come. ഇല്ലേ? അന്ന് ടീച്ചർ പഠിപ്പിച്ചായിരുന്നു. ഇനി അത് കുറച്ചും കൂടെ ഉണ്ട്. അപ്പൊ പേജ് നമ്പർ ബാക്കിലേക്ക് എടുക്കണേ, പുറകിലേക്ക്. 36, 36, 37. 36, 37. എളുപ്പമാണ്. ID words are first. ID words, rhyming words ആണ്. Rhyming. ടീച്ചർ ഇടയ്ക്ക് മുമ്പോട്ട് കയറി പോകുന്നുണ്ട്, ഇടയ്ക്ക് പുറകോട്ട് ഇറങ്ങി വരുന്നുണ്ട്. എന്ത് കളിയാണെന്നൊന്നും ഓർത്തേക്കരുത്. നമുക്ക് ദീസ് ദിവസം നമുക്ക് എന്തായാലും വേണ്ടതാണ്. റൈമിംഗ് വേർഡ്സ് വേണ്ടതല്ല നല്ല ടീച്ചർ പറഞ്ഞു. ഇത് വേണം. ഇത് നമുക്കൊരു പോമൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് പിടികിട്ടും. പദ്യത്തിലാണ്, ഇംഗ്ലീഷിന്റെ മലയാളത്തിലേക്ക് പാട്ടുകളിലാണ് റൈമിംഗ് വേർഡ് വരുന്നത്. അത് നമുക്ക് കാണുമ്പോഴേ നമുക്ക് അണ്ടർലൈൻ ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ ദീസും ദിവസം നമുക്ക് കാണുമ്പോൾ പിടികിട്ട് നമുക്കത് എഴുതി വരുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ, ഇല്ലേ? ഇപ്പൊ പിക്ചറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴല്ലേ നമുക്കത് ഇവിടെ ദീസാണ് ദോസാണെന്ന് മനസ്സിലാകുന്നത്. പക്ഷേ റൈമിംഗ് വേർഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു പോം തന്നാൽ നമുക്കത് മനസ്സിലാകും. അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് റൈമിംഗ് വേർഡ്സ്. അപ്പൊ നമുക്ക് അണ്ടർലൈൻ ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. അണ്ടർസ്റ്റാൻഡ്? ഫസ്റ്റ് ID വേർഡ്സ്, പേജ് നമ്പർ 36. പേജ് നമ്പർ 36 അല്ലേ? 36 അല്ലേ? ഫസ്റ്റ് ID വേർഡ്സ് ഏതൊക്കെയാണ്? ID വേർഡ്സ് ഏതൊക്കെയാണ്? ഹിറ്റ്, കിഡ്, ലിഡ്. കണ്ടോ? സെയിം സൗണ്ട് വരുന്നുണ്ടോ? സെയിം സൗണ്ട്. ID എന്തൊക്കെയാണ്? ഹിറ്റ്, കിഡ്, ലിഡ്. ഉണ്ടോ? ID. ഇതാണ് റൈമിംഗ് വേർഡ്. ലാസ്റ്റ് 2 letters are same sound, giving same sound. Hid, ഒളിച്ചിരുന്നു. Kid, കുട്ടി. Lid, അടപ്പ്. Nest, IN words. Nest, IN. Bin, ഒരുപോലെ പറയണം, അപ്പൊ പെട്ടെന്ന് കിട്ടും. Bin, pin, tin. Bin, pin. പിന്നല്ലേ രണ്ടാമത് കൊടുത്തിരിക്കുന്നത്? Tin അല്ലേ? ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു ബിന്നാണ്. എന്താ ബിന്ന്? നമ്മുടെ ക്ലാസ്സിലായിരുന്നു, വേസ്റ്റ് ബിന്നില്ലായിരുന്നു. ബിന്ന് വേസ്റ്റ് ഇടുന്ന അത് ഒരു ബിന്ന് പാത്രം. പിന്നെന്താണെന്നറിയാലോ? പിന്നെ സേഫ്റ്റി പിന്നാകാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വേറെ പിന്നാണ് കേട്ടോ, പിന്നാണ്. നെക്സ്റ്റ് ടിൻ അറിയത്തില്ലേ? അപ്പൊ നോക്ക്. ബിൻ, പിൻ, ടിൻ. ഹിറ്റ്, കിഡ്, ലിഡ്. ബിൻ, പിൻ, ടിൻ. നെക്സ്റ്റ് ILL, ഇൽ വേർഡ്സ്. ഫിൽ, ഹിൽ, മിൽ. ഫിൽ, ഹിൽ, മിൽ. കണ്ടോ? സെയിം സൗണ്ട്. ലാസ്റ്റ് here 2 words, here 3 words. ILL. First letter only different. Fill, hill, mill. Fill, hill, mill. Fill, hill, mill. Next OB വെച്ച് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? Job, rock, soap.
ജോബ്, റോബ്, സോബ്. മീനിങ്ങും കൂടെ പറയാം. ജോബ് എന്ന് വെച്ചാൽ ജോലി, റോബ് എന്ന് വെച്ചാൽ എന്താ, മോഷണം. സോബ് പൊട്ടിക്കരയുക, കരയുക. സോബ് മീൻസ് കണ്ണീരൊക്കെ ഒലിപ്പിച്ച് കരയുന്നതിനാണ് നമ്മൾ സോബ് എന്ന് പറയുക. ജോബ്, റോബ്, സോബ്. കണ്ടോ, ലാസ്റ്റ് ടു വേർഡ്സ് സെയിം സൗണ്ട്. ഇറ്റ് ഗിവ്സ് സെയിം സൗണ്ട്. ദാറ്റ് ഈസ് റൈമിംഗ് വേർഡ്സ്. ഇതെന്താ ചെയ്യുന്നത്, സെയിം സൗണ്ട് തരും കേട്ടോ. ആ സെയിം സൗണ്ട് നമുക്ക് പറഞ്ഞു നോക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടും. റോബ്, സോബ്, ജോബ്. നെക്സ്റ്റ് ഒ ജി, ലാസ്റ്റ് ഒ ജി, ഒ ജി. ഡോഗ്, jog, log. What is that? Dog, og. Next, jog. ജോഗ് എന്താ, ജോഗ് നമ്മൾ ജോഗിങ് ചെയ്യാറില്ലേ, എക്സസൈസ്. നമ്മൾ നടപ്പ് എന്താ, നമ്മൾ രാവിലെയും വൈകിട്ടും നമ്മൾ ഓഞ്ഞു പോകുന്നതല്ല, അത് റണ്ണിങ് ആണ്. ഭയങ്കര സ്പീഡിൽ പോകുന്നത്. നമ്മൾ രാവിലെ വൈകുന്നേരം ഒക്കെ നടക്കാനും രാവിലെയൊക്കെ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓട്ടം അങ്ങനെയാണ്. ഒരു പ്രത്യേക മൂവ്മെൻ്റ് ആണ് അല്ലേ. അതല്ലാതെ പറക്കുവാണ്, അങ്ങനെ നമുക്ക് പോകാൻ പറ്റൂ ഇല്ല. ജോഗ്. നെക്സ്റ്റ് ലോഗ്. നെക്സ്റ്റ് ലോഗ്. ലാസ്റ്റ് ഒച്ചി. ഇത്രയും കൂടെ ഉള്ള ഇതിനകത്ത് അതാണ് ലാസ്റ്റ് എന്ന് പറഞ്ഞേ. എന്താണ്, കോട്ട്, COT കോട്ട്, HOT ഹോട്ട്, POT പോട്ട്, POT പോട്ട്. കോട്ട്, ഹോട്ട്, പോട്ട്, സെയിം സൗണ്ട്. കോട്ട്, കോട്ട് എന്താ, കട്ടില്. ഹോട്ട് ചൂട് അല്ലേ, കോട്ട് ചൂട്. പോട്ട് കുടം, കലം. ഓക്കെ. കോട്ട്, ഹോട്ട്, പോട്ട്. ഉണ്ടോ, OT വേർഡ്സ്. ഇത് സെയിം സൗണ്ട് തരുന്നെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഗിവ് സെയിം സൗണ്ട്. ദീസ് ആർ റൈമിംഗ് വേർഡ്സ്. ഓക്കെ. നെക്സ്റ്റ്, പേജ് നമ്പർ 38. ടേക്ക് ഓൾ ഓഫ് യു പേജ് നമ്പർ 38. This is only for just for reading. For reading. Okay. Need it by heart and all. Need it by heart. ഇതൊന്നും കാണാതെ പഠിക്കണ്ട. ഇത് ജസ്റ്റ് ഒന്ന് നോക്ക് ഇതെങ്ങനെ. എന്നിട്ട് കണ്ടോ, സെയിം ഒരേപോലത്തെ സൗണ്ട് വരുന്നു, സെയിം ലെറ്റേഴ്സ് വരുന്നു. ഇതിൻ്റെ ആക്ടിവിറ്റി കിടപ്പുണ്ട് പേജ് നമ്പർ 38. പേജ് നമ്പർ 38. നമുക്കതൊന്ന് നോക്കാം. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് പിടി കിട്ടും. ഓക്കെ. പേജ് നമ്പർ 38. ഇത് എളുപ്പമുള്ളൊരു കളി പോലാണ്, നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് റൈമിംഗ് വേർഡ്സ്. One side. These words are one side. In your textbook is there na. Next side, pin, log, pin, log, lid, soap, lid, soap, pick, mill, pick, mill. Listen all of you this. In your textbook these words are there, page number 38. This you should match it. You should match. What is this? The match the following. Rhyming words in a match the following. What is this? The rhyming words in a match the following. Rhyming words say match it. Simple. But I shall do. Remaining you should do. Okay. Listen. Last word we should underline. Last 2 words or 3 words. ഇവിടെ ടീച്ചർ 3 അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ വരും, അതുകൊണ്ടാണ്. ഫസ്റ്റ് ലെറ്റർ അവിടെ ഇട്ട് തരും. ഫസ്റ്റ് ലെറ്റർ നോക്കുകയേ വേണ്ട, ലാസ്റ്റ് ലെറ്റർ മാത്രം നോക്കണ്ടേ. ലാസ്റ്റ് ലെറ്റർ എല്ലാം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് നിങ്ങളുടെ പെൻസിലില്ലേ. നൗ യു ക്യാൻ ഡു അണ്ടർലൈൻ ലാസ്റ്റ് വേർഡ്സ്. ലാസ്റ്റ് 2 വേർഡ്സ്. ഇവിടെ മാത്രം 3 വേർഡ്സ് ഉണ്ട് കേട്ടോ. ലിസൺ. ഫസ്റ്റ് വേർഡ് ഡിഗ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് വേർഡ്? ഡിഗ്. DIG. ഡിഗ്.
ഈ ഐ ജി, ഹാവ് യു സീൻ ഐ ജി? ഐ ജി കണ്ടോ? ഇവിടെ എവിടെയും ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ മാച്ച് ചെയ്യുന്ന, എപ്പോഴും അങ്ങനെ ഈ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് നമുക്ക് വരും ക്ലാസ്സുകളിലൊക്കെ മാച്ച് ദ ഫോളോയിങ് ഉള്ളത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് മാച്ച് ചെയ്യുന്നത്? ഇതും തമ്മിൽ ഒരുമിപ്പിക്കണം, ഇവർ രണ്ടായിട്ട് നിൽക്കുക. അപ്പം നമുക്ക് ഇവരെ ഒന്ന് കൂട്ടുകൂടിക്കണം കേട്ടോ, ഇവരെ നമുക്ക് കൂട്ടുകൂടിക്കുക. അതാണ് മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്നത്. ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് അത് പഠിക്കാനുണ്ട്, പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഐ ജി കണ്ടോ? ഈ ഐ ജിക്ക് ഇവിടെ ചേരുന്ന ഏതെങ്കിലും ഈ സൈഡുമായിട്ട് ഇങ്ങോട്ട് നോക്കണ്ട കേട്ടോ. ഐ ജി ഉണ്ടോ നോക്കുക. അതുപോലെ ഈ സെയിം ലെറ്റർ, ഈ രണ്ട് ലെറ്റർ ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. IN, OG, ID, OB, IG കണ്ട സെയിം. DIG, PIG. ഇത്രയും കാര്യമുള്ളൂ. ഇത് നമ്മൾ മാച്ച് ചെയ്യാൻ പോകും. എങ്ങനെ മാച്ച് ചെയ്യുന്നത്? ഇവരെ കൂട്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? സ്കെയിൽ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? സ്കെയില്, ടീച്ചർ സ്കെയിലൊന്നും എടുത്തില്ല. നിങ്ങളുടെ ഈ സ്കെയിലുണ്ട്, സ്കെയിൽ കൊണ്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഇങ്ങനെ മായ്ക്കാതെ കറക്റ്റ് വരച്ച് വരണം കേട്ടോ. അപ്പം ടീച്ചർ സ്കെയിലില്ലാതെ അപ്പം ഡിഗിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ടീച്ചർ വരച്ച് ചേർത്തു. അപ്പം ഡിഗും ബിഗും കൂട്ടുകാരായി, ഡിഗും ബിഗും ഫ്രണ്ട്സായി. മനസ്സിലായോ? ഡിഗ് പിഗ്, സെയിം സൗണ്ട് അല്ലേ? ഡിഗ് പിഗ് കണ്ട IG. ഇതാണ് റൈമിംഗ് വേർഡ്സിന്റെ മാച്ച് ദ ഫോളോയിങ്. മാച്ച് ദ ഫോളോയിങ് വെച്ചാൽ എന്താണെന്ന് ടീച്ചർ പറഞ്ഞത്? രണ്ട് സൈഡും കൂടെ അവർ ഒരുമിപ്പിക്കുക, ഒരു കൂട്ടുകൂടാതെ നിൽക്കുമായിരുന്നു, നമ്മളവരെ ഫ്രണ്ട്സ് ആക്കുവാണ്. ഓക്കെ, നെക്സ്റ്റ് IN. വിച്ച് വേർഡ് വി ഷുഡ് ലിസൺ? IN. അപ്പൊ ഈ സൈഡിൽ എവിടെയും IN ഉണ്ടോ എന്ന് നോക്കുക. ലാസ്റ്റ് 2 വേർഡ്സ് IN. വേർ ഈസ് ദ IN? IN. ഫസ്റ്റ് വൺ. So big pin. Understand? Big pin. Got it? Next. അപ്പോൾ അത്രേ ഉള്ളൂ. അവർ തമ്മിൽ കൂട്ടായി. ഇത് IN. നമുക്കൊന്നും ചെയ്യാനില്ല. നെക്സ്റ്റ് ILL. Hill. ILL. Hill means മല. ഹില്ലിന് ചേരുന്ന എന്തെങ്കിലും സാധനം ഉണ്ടോ നമുക്ക് നോക്കാം. ILL. ഡബിൾ എൽ ആണ് എല്ലല്ലോ കേട്ടോ. ILL കണ്ട? ഓക്കെ, ലെറ്റ്സ് മാച്ച് ഇറ്റ്. ഇങ്ങോട്ട് മാച്ച് ചെയ്യാം. നിങ്ങൾക്ക് സ്കെയിൽ ഉണ്ട്, സ്കെയിൽ വെച്ച് കറക്റ്റ് വരയ്ക്കാം. മനസ്സിലായോ? സ്കെയിൽ ഇല്ലേലും ഇങ്ങനെ മാച്ച് ചെയ്ത് ഇങ്ങനെ കൂട്ടുപിടിച്ചത്. ഹിൽ മിൽ. ഓക്കെ, ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ് ID. ലാസ്റ്റ് 2 വേർഡ്സ് ID. അപ്പൊ ഈ സൈഡിലും ID ഉണ്ടെങ്കിലേ കൂട്ടുകൂടത്തുള്ളൂ. അവരങ്ങനെ ഒരു കൂട്ടുകൂടത്തുള്ളൂ. ഒരേ ലെറ്റർ വേണം, എന്നാലും കൂട്ടുകൂടത്തുള്ളൂ. എന്തെങ്കിലും അവർ തമ്മിൽ ഒരു യോജിപ്പ് വരണമെങ്കിൽ അത് സെയിം സംഭവങ്ങൾ അപ്പുറത്ത് വേണം. ID. LID. Kid lid. കേട്ടോ? KID LID. Kid lid. കൂട്ടായല്ലേ? നെക്സ്റ്റ് OG. ആ സൈഡിൽ എവിടെയെങ്കിലും OG നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ട്, I know. OG കണ്ടോ? OG. Dog. മനസ്സിലായോ? വരയ്ക്കുമ്പോൾ നമ്മൾ ഇതിനകത്തൂടെ ഇങ്ങനെയൊക്കെ മുട്ടാതെ പോകാൻ നോക്കണം. ഇതിലെയൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വര ഇങ്ങോട്ടാണോ വന്നത്, ഈ വര ഇങ്ങോട്ടാണോ വന്നതെന്നൊരു കൺഫ്യൂഷൻ ആവും. അതാണ് ടീച്ചർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒന്ന് നോക്കിയത്. അപ്പോൾ ഇതിലേ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സംശയമാകും, പിന്നെ അത് ഇങ്ങോട്ടുണ്ടോ അപ്പോൾ പരസ്പരം അങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് ഇതുമായിട്ട് ഇങ്ങനെ ഉള്ള ജോയിൻ ചെയ്യുന്ന ഭാഗത്തുമായിട്ട് മുട്ടാതെ നോക്കണം കേട്ടോ. നെക്സ്റ്റ് ലാസ്റ്റ് റോബ്. വാട്ട് ഈസ് ഇറ്റ്? റോബ്. OB ഇല്ല അല്ലേ? OB മാത്രമല്ല, ഇതൊക്കെ ഓൾറെഡി വരച്ചു ഒന്നും. ഇനിയിപ്പോൾ അതൊന്നും വരയ്ക്കാനും പറ്റത്തില്ല. ഓൾറെഡി അതൊക്കെ ഫീൽഡ് ആണ്. അവരൊക്കെ കമ്മിറ്റഡ് ആണ് അല്ലേ? അവരൊക്കെ ഓൾറെഡി കമ്മിറ്റഡ് ആണ്. OB സോബ്. സോബ്. പിടികിട്ടി? മനസ്സിലായോ? ഇതാണ് റൈമിംഗ് വേർഡ്സിന്റെ മാച്ച് ദ ഫോളോയിങ്. ഇതാണ് വി ഷുഡ് സ്റ്റഡി ദിസ് വി ഷുഡ് സ്റ്റഡി. ഇതിനകത്ത് കാണാതെ പഠിക്കേണ്ടത് എങ്ങനെ വരുന്നു. We should identify this. Understand? Got it? Then let's find up our class today. Okay. എല്ലാവർക്കും പിടി കിട്ടിയോ? മനസ്സിലായില്ലേ? നമ്മുടെ ക്ലാസ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. Bye children.